അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തജ്വീദിൻ്റെ 16ാമത്തെ പാഠഭാഗമാണ്. ഇതോടുകൂടി നമ്മുടെ തജ്വീദിൻ്റെ കിതാബിലെ പാഠഭാഗങ്ങളെല്ലാം അവസാനിക്കുകയാണ്. പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക, മനസ്സിലാക്കി വെക്കുക. ചോദ്യം നല്ലതുപോലെ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. എടുത്ത് ചാടി ചെയ്യരുത്, സമയം ഒട്ടും കളയുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാദിസു അഷറ, പാഠം 16, അൽ വഖഫു വറുമൂസുഹു. വഖഫും അടയാളങ്ങളും. ശബ്ദം നിർത്തി ശ്വാസം വിടുന്നതിന് വഖഫ് എന്ന് പറയുന്നു. വഖഫിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾക്ക് റുമൂസുൽ വഖഫ് എന്നും പറയപ്പെടുന്നു. അർത്ഥവും പദങ്ങൾ തമ്മിലുള്ള ബന്ധവും അനുസരിച്ചാണ് വഖഫ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേക കാരണമില്ലെങ്കിൽ ഖുർആനിൽ എവിടെയും വഖഫ് ചെയ്യൽ നിർബന്ധമോ ഹറാമോ ഇല്ല. ഏതാനും റുമൂസുൽ വഖഫും അതുകൊണ്ടുള്ള ഉദ്ദേശവും താഴെ കൊടുക്കുന്നു. അടയാളങ്ങൾ, പൂർണ്ണവാക്യം, ഉദ്ദേശം. ഇങ്ങനെ കുറേ അടയാളങ്ങൾ നമ്മൾ ഖുർആൻ ഓതുന്ന ടൈമിൽ ആയത്തുകളുടെ മുകളിലായിട്ട് കാണാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, റഅ്സു ആയത്ത് അവസാനിച്ചതിനാൽ വഖഫ് സുന്നത്താക്കപ്പെടും. അടുത്തത് ലാ എന്ന്, ലാമും അലിഫും കൂടെ ചേർന്ന് ലാം അലിഫിൻ്റെ ഒരു ചിഹ്നം കണ്ടാൽ ലാ തഖിഫ്, വഖഫ് ചെയ്യരുത് എന്നാണ്. ഈ ചിഹ്നം കണ്ടാൽ വഖഫ് ചെയ്യാൻ പാടില്ല. അടുത്ത ഇനി സ്വാദ് ലാമ് യാ കണക്കുള്ള ഈ ചിഹ്നം കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? അൽ വസ്ലു ഔല, ചേർത്ത് ഓതൽ നല്ലതാണെന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ നിർത്തണ്ട, പകരം എന്ത് ചെയ്യണം? ചേർത്ത് ഓതണം. അങ്ങനെ ചെയ്യൽ നല്ലതാണ്. അടുത്തത് ഖാഫ് ലാമു യാ പോലൊരു ചിഹ്നം കണ്ടാൽ അൽ വഖഫ് ഔല, വഖഫ് ചെയ്യലാണ് നല്ലത്. ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തണം, നിർത്തിയിട്ടാണ് ഓതേണ്ടത്. അടുത്തത് ഖാഫിൻ്റെ മാത്രം ഒരു ചിഹ്നം കണ്ടാൽ ഖീല അലൈഹിൽ വഖഫ് എന്ന് മനസ്സിലാക്കണം. അതായത് വഖഫ് ചെയ്യാമെന്ന് പറയപ്പെട്ടിരിക്കുന്നു, അവിടെ വഖഫ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീമാണ് കാണുന്നതെങ്കിലോ ലാസിമാണ്, വഖഫ് നിർബന്ധമായിട്ടും ചെയ്യണം. അവിടെ മുഅക്കദായ സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ് വഖഫ് ചെയ്യൽ. അടുത്തത് ജീമാണ് കാണുന്നതെങ്കിലോ ജായിസാണ്, വഖഫ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അടുത്തത് സായി ആണ് കാണുന്നതെങ്കിലോ മുജവ്വസാണ്, വഖഫോ വസ്ലോ ആകാമെങ്കിലും ചേർത്ത് ഓതലാണ് ഇവിടെ നല്ലത്. വേണമെങ്കിൽ വഖഫ് ചെയ്യാം, അല്ലെങ്കിൽ വസ്ല് ചെയ്യാം. എങ്കിലും വസ്ല് ചെയ്യുന്നതാണ് നല്ലത്, ചേർത്ത് ഓതുന്നതാണ് നല്ലത്. അടുത്തത് ഈ ചിഹ്നമാണ് കാണുന്നതെങ്കിലോ മുആനഖ, രണ്ടാലൊരു സ്ഥലത്ത് വഖഫ് ചെയ്യാം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് ത്വാഇൻ്റെ ചിഹ്നമാണ് കാണുന്നതെങ്കിൽ മുത്തലഖാണ്, വഖഫ് ചെയ്യൽ നല്ലതാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. സ്വാദിൻ്റെ ചിഹ്നമാണെങ്കിലോ മുറഹസാണ്, വഖഫുള്ള സ്ഥലം വരെ ശ്വാസം എത്താതെ വന്നാൽ വഖഫ് ചെയ്യാം. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശ്വാസം കിട്ടാതെ വരികയാണെങ്കിൽ സ്വാദിൻ്റെ ചിഹ്നം കാണുകയാണെങ്കിൽ നമുക്ക് വഖഫ് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തത് സീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കത്തെയാണ്. സക്കത്ത് ചെയ്യാൻ 4 സ്ഥലങ്ങൾ മാത്രമേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശ്വാസം വിടാതെ അല്പം അടങ്ങണം, അതാണ് സക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വഖഫിൻ്റെ ചിഹ്നങ്ങൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും വഖഫിൻ്റെ ചിഹ്നം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. വഖഫ് എന്നാൽ എന്ത്? വഖഫ് എന്നാൽ എന്താണ്? ശബ്ദം നിർത്തി ശ്വാസം വിടുന്നതിന് വഖഫ് എന്ന് പറയുന്നു. വഖഫിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾക്ക് എന്ത് പറയപ്പെടും? വഖഫിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾക്ക് റുമൂസുൽ വഖഫ് എന്ന് പറയപ്പെടുന്നു. താഴെ അടയാളങ്ങളുടെ ഉദ്ദേശം എന്ത്? കുറച്ച് അടയാളങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ അടയാളങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്താണെന്നാണ് പറയേണ്ടത്. ഈ അടയാളങ്ങൾ കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അടയാളം കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? അൽ വഖഫു ഔല, വഖഫ് ചെയ്യലാണ് നല്ലത്. ഇനി അടുത്തത് ഈ അടയാളമാണെങ്കിലോ സായിഡ് അടയാളം,
മുജവ്വസാണ്. വഖഫ് വസ്ലോ ആകാമെങ്കിലും വസ്ല് ചെയ്യുന്നതാണ് നല്ലത്, ചേർത്ത് ഓതുന്നതാണ് നല്ലത്. ഇനി ലാം അലിഫാണ് കാണുന്നെങ്കിലോ, ലാം അലിഫാണ് കാണുന്നെങ്കിൽ ലാ തഖിഫ്, വഖഫ് ചെയ്യരുത് എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി മീമാണ് കാണുന്നെങ്കിലോ, മീമാണ് കാണുന്നെങ്കിൽ ലാസിമാണ്, വഖഫ് നിർബന്ധമായിട്ടും ചെയ്യണം, മുഅക്കദായ സുന്നത്താണ് അവിടെ. അടുത്തതിനി ഈ ചിഹ്നമാണ് കാണുന്നെങ്കിലോ, സ്വാദ് ലാമ് യാ വരുന്ന ചിഹ്നമാണ് കാണുന്നെങ്കിലോ, അൽ വസ്ലു ഔല, ചേർത്ത് ഓതലാണ് അവിടെ നല്ലത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. ഇവിടെ കുറച്ച് ചിഹ്നങ്ങളും തന്നിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗവും തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ ചേർത്ത് വരയ്ക്കാനാണ്. വഖഫ് ചെയ്യൽ നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ്? വഖഫ് ചെയ്യൽ നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം ത്വാ എന്ന ചിഹ്നമാണ് വഖഫ് ചെയ്യൽ നല്ലതാണ് എന്ന് സൂചിപ്പിക്കുന്നത്, അല്ലേ? ഇതാ നോക്കിയേ, വഖഫ് ചെയ്യൽ നല്ലത്. അടുത്തത്, വഖഫ് ചെയ്യൽ മുഅക്കദായ സുന്നത്താവുന്നത് എപ്പോഴാണ്? ഏത് ചിഹ്നം കാണുമ്പോഴാണ്? മീമ് കാണുമ്പോഴാണ്, അല്ലേ? അടുത്തത്, വഖഫ് ചെയ്യരുത് എന്ന് പറയുന്നതോ? വഖഫ് ചെയ്യരുത്, ചെയ്യാനേ പാടില്ല, അതേതാ? ലാം അലിഫാണല്ലേ. ലാ എന്ന അക്ഷരം കാണുമ്പോഴാണ്, ചിഹ്നം അടയാളം കാണുമ്പോഴാണ് നമ്മൾ വഖഫ് ചെയ്യാൻ പാടില്ലാത്തത്. ചേർത്ത് ഓതലാണ് നല്ലതെന്ന് പറയുന്നത് ഏത് ചിഹ്നമാണ്? ഈ ചിഹ്നമാണ് പറയുന്നത്, അല്ലേ? സ്വാദ് ലാമയ വരുന്ന ഈ ചിഹ്നമാണ് പറയുന്നത് ചേർത്ത് ഓതലാണ് നല്ലതെന്ന്. അടുത്തത്, വഖഫ് ചെയ്യുകയോ ചേർത്ത് ഓതുകയോ ആവാം എന്ന് സൂചിപ്പിക്കുന്നത് ഏത് ചിഹ്നമാണ്? അത് നേരെ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ടല്ലേ, ജീമാണ്, ജായിസാണ്. വഖഫ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അടുത്തത്, വഖഫ് ചെയ്യൽ സുന്നത്താണെന്ന് കാണിക്കുന്നത് ഈ ചിഹ്നമാണ്, അല്ലേ? ആയത്ത് അവസാനിച്ചതിനാൽ കൊടുക്കുന്ന വഖഫ്, ആയത്ത് അവസാനിച്ചതിനാൽ സുന്നത്താകുന്നത്, അല്ലേ? അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചിഹ്നങ്ങളെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് ഫോട്ടോ എടുത്ത് വെക്കുന്നത് പോലെ ഈ ബോക്സ് ഫോട്ടോ എടുത്ത് മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് ചോദ്യം കാണുമ്പോൾ അതിനനുസരിച്ച് നോക്കി കണ്ടുപിടിച്ച് മൈൻഡിൽ നിന്ന് എടുത്തെഴുതുക. ഓക്കെ. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം അവസാനിച്ചു. നമ്മുടെ തജ്വീദിൻ്റെ കിതാബ് അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.